മിഡിൽ ഈസ്റ്റ് സംഘർഷം നിർണായക ഘട്ടത്തിൽ. ഇറാനെ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. തലസ്ഥാനമായ തെഹ്റാനിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ ആണവ പ്ലാന്റുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. നിരവധി ആണവ പ്ലാന്റുകളിൽ ആക്രമണം നടത്തിയെന്നാണ് IDF അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം. ആക്രമണ വിവരം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ പ്രസ്താവനയുമായി IDF രംഗത്ത് വന്നു. കാലങ്ങളായി ഇസ്രായേലിനെ തകർക്കാനായി ഇറാൻ സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് IDF വക്താവ് എക്സിലൂടെ അറിയിച്ചു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതായി ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം കഴിഞ്ഞ മാസം കണ്ടെത്തിയതായും IDF വക്താവ് പറഞ്ഞു. ആണവായുധ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകളും ഇറാൻ നിർമ്മിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് IDF ആക്രമണം നടത്തിയത്. ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുകയാണ് ലക്ഷ്യം. അവഗണിക്കാനാവാത്ത ഒരു ഭീഷണിക്കെതിരെയാണ് ആക്രമണം നടത്തിയത്. മറ്റൊരു മാർഗവും മുന്നിലില്ല. ലോകത്തിനും പ്രത്യേകിച്ച് ഇസ്രായേലിനും ഭീഷണിയായി മാറിയേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. പ്രതിരോധത്തിനാണ് ഈ ഓപ്പറേഷൻ. ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണിത്. വലിയ തയ്യാറെടുപ്പും IDF ഓപ്പറേഷന് വേണ്ടി നടത്തി. പ്രതിരോധത്തിന് വേണ്ടിയുള്ള നടപടികളും IDF സ്വീകരിച്ചിട്ടുണ്ടെന്ന് വക്താവ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആക്രമണം ഇറാനിലെ ജനങ്ങൾക്കെതിരെയല്ലെന്നും ഏകാധിപത്യ സർക്കാരിനെതിരെയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഓപ്പറേഷൻ തുടരും. വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കും, നെതന്യാഹു അറിയിച്ചു. കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സിൻ്റെ കമാൻഡറായ മേജർ ജനറൽ ഹുസൈൻ സലാമി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി തസ്നീം ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമമായ തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച പുലർച്ചെ കമാൻഡറുടെ അപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹദം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനത്തിൻ്റെ കമാൻഡർ മേജർ ജനറൽ ഖോലം അലി റാഷിദ്, ആണവശാസ്ത്രജ്ഞനും ഇറാൻ്റെ മുൻ ആണവ മേധാവിയുമായ ഫെറൈദൂൺ അബ്ബാസി, മറ്റൊരു പ്രമുഖ ആണവശാസ്ത്രജ്ഞനായ മുഹമ്മദ് മെഹ്ദി തെഹ്റാൻജി എന്നിവരുടെ തെഹ്റാനിലെ വസതിക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ്റെ ദേശീയ TV റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ കനത്ത ആൾനാശമുണ്ടായതായി പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. സാധാരണക്കാരായ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മരണസംഖ്യ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രക്ഷാപ്രവർത്തകരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് ഏറെ നാളായി ഇസ്രായേൽ ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാൻ US ആണവ ചർച്ചകൾ തുടരുന്നതിനിടയിലും ഇറാനെതിരെ തീവ്ര നിലപാടുമായി ഇസ്രായേൽ മുന്നോട്ട് പോയിരുന്നു. ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ തനിക്ക് വലിയ പ്രതീക്ഷയില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപും വ്യക്തമാക്കിയിരുന്നു. അതിനിടയിൽ ട്രംപ് നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഇറാനുമായുള്ള ആണവ ചർച്ചകളുടെ വിശദാംശങ്ങൾ 40 മിനിറ്റോളം നീണ്ട ടെലിഫോൺ സംഭാഷണത്തിൽ ഇരുവരും സംസാരിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ ഇസ്രായേൽ ഇറാനെതിരെ ഉടൻ ആക്രമണം നടത്തുമെന്ന റിപ്പോർട്ടും വന്നു. US-ലെയും യൂറോപ്പിലെയും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനെതിരെ ഇസ്രായേൽ ഉടൻ തന്നെ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ആക്രമണം നടത്തിയാൽ അത് മിഡിൽ ഈസ്റ്റ് സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിൻ്റെ ആക്രമണ സാധ്യതയും ഇറാൻ്റെ പ്രതികാര നടപടികളുടെ സാധ്യതയും കണക്കിലെടുത്ത് ബുധനാഴ്ച ഇറാഖിൽ നിന്ന് നയതന്ത്രജ്ഞരെ പിൻവലിക്കുകയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് US സൈനിക കുടുംബങ്ങളെ സ്വമേധയാ പോകാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തിയത്. ഇറാൻ തിരിച്ചടിക്കുമെന്നുറപ്പാണ്. ആക്രമണം തുടരുമെന്ന സൂചന തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. ഇതോടെ ദീർഘനാളായി തുടരുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷം അതിതീവ്രമായി മാറുകയാണ്.